പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇത് കുറ്റിപ്പുറം മിനി പമ്പയാണ്. മിനി പമ്പയുടെ ഭാഗങ്ങളൊക്കെ ഫുള്ള് രാവിലത്തെ ഒരു വീഡിയോ കിട്ടുന്നതിനേക്കാൾ വളരെ രൂക്ഷമായി വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ശിവപ്രതിമ ഏകദേശം മുക്കാ ഭാഗത്തോളം മൂടി നിൽക്കുന്ന അവസ്ഥ കൂടിയും കാണാം. വെള്ളം നിറയും പതിയും കെട്ടിക്കൂട്ടി കച്ചറകൾ ഒലിച്ചു വരുന്ന രീതിയിലുള്ള കാഴ്ച നമ്മുടെ ഭാരതപ്പുഴ കുറ്റിപ്പുറം പാലത്തിന് മുകളിൽ നടക്കേണ്ട നിറയും പതിയും തേങ്ങയും ചണ്ടും ചരക്കുമായിട്ട് ഭാരതപ്പുഴ ഇതാ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വളരെ രൂക്ഷമായ രീതിയിൽ നല്ല വെള്ളം. മിനി പമ്പ പരിപൂർണമായിട്ട് മിനി പമ്പയുടെ സ്റ്റേജ് ഉൾപ്പെടെ എല്ലാ ഭാഗങ്ങളും മുങ്ങിയ കാഴ്ച കൂടി കാണാം. ഇവിടെ മിനി പമ്പയിൽ നിൽക്കുന്ന ആൽമരത്തിൻ്റെ കൊമ്പ്, ആൽമരം നിൽക്കുന്ന നല്ല ഹൈറ്റിലാണ്. ആൽമരത്തിൻ്റെ കൊമ്പിലൂടെയാണ് വെള്ളം ഒഴുകുന്ന കാഴ്ച. കണ്ടോ, വലിയ തടി അത് ഒഴുകി വരുന്നത് കണ്ടോ, വലിയ തടി. പിടിച്ചാൽ പിടിയെത്താത്ത മരം ഇതാ കട പൊഴുകിയിട്ട് എവിടുന്ന് ഒഴുകി വരുന്ന കാഴ്ച കാണാം. കണ്ടോ, അത് പോകണം. വലിയൊരു മരം കണ്ടോ, വലിയ മരം കണ്ടോ, ആ പോകണം. വെള്ളം അതീവ ശക്തമായ രീതിയിലാണ്. വളരെ കെയറിങ്ങോട് കൂടി മുന്നോട്ട് പോകേണ്ട സമയമാണ്. നമുക്കെല്ലാം ചുരൽമലയിലുണ്ടായ അപകടം അത് വളരെ രൂക്ഷമാണ്. അത്തരത്തിലുള്ള അപകടങ്ങൾ എല്ലായിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ല പ്രളയത്തിൻ്റെ ഒരു ഇത് തന്നെയാണ് കാണുന്നത്. എല്ലായിടത്തും ഉരുൾപൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വളരെ വേദനാജനകമായ അവസ്ഥയാണ് നമുക്ക് വയനാട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഭാരതപ്പുഴയിൽ ഒട്ടും വെള്ളത്തിന് കുറവില്ല. കാരണം വെച്ചാൽ പട്ടാമ്പിപ്പാലം പരിപൂർണമായി നിറഞ്ഞു കവിഞ്ഞു എന്നുള്ള വാർത്ത നമുക്ക് കാണാം എല്ലാ ദൃശ്യശ്രവണ മാധ്യമങ്ങളിലൂടെ. എന്തോ ഒരു നീല കളറുള്ളൊരു പോസ്റ്റോ എന്തോ സാധനം നിറഞ്ഞൂടാ, ഒരു നീല കളറുള്ള വലിയ പൈപ്പ്, അതാ വരുന്നത്. വീണ്ടും മരങ്ങളാ വരുന്നത് കണ്ടോ, ഒരു നീല കളറുള്ള പൈപ്പ് പാസ് ചെയ്ത് പോകുന്നു. മരങ്ങളിതാ കടപൊഴുകി പോകണ മരങ്ങളിതാ വരുന്നു. വളരെ രൂക്ഷമാണ് ഭാരതപ്പുഴയുടെ അവസ്ഥ. വെള്ളക്കെട്ട് നല്ല കൂടുതലാണ്. പുഴവക്കത്ത് താമസിക്കുന്നവരും കായലിനൊക്കെ താമസിക്കുന്ന നല്ല കെയർ ചെയ്യുക. വളരെ പേടിജനകമായ രീതിയിലുള്ള കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തോരാതെ പെയ്യുന്ന മഴക്ക് ഇപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയാണ്. മഴ ഫുൾ സ്റ്റോപ്പായിട്ടില്ല. ഇപ്പോഴും ഒരു മീഡിയം രീതിയിൽ ശക്തമായ രീതിയിലുള്ള മഴ, ചാറ്റൽ മഴയാണ്. പെരുമഴ പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇന്ന് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നൊരവസ്ഥ അങ്ങനെയാണ്. കുറ്റിപ്പുറം പാലത്തിൻ്റെ അടുത്ത് സമീപമായി ഉണ്ടാക്കിയ പുതിയ വലിയ പാലത്തിൻ്റെ അവിടെ നോക്കിയാൽ അറിയാം വെള്ളത്തിൻ്റെ ഭീകരത എത്ര കണ്ടിട്ടുണ്ടെന്നുള്ളത്. കണ്ടോ, ഏകദേശം ഒരു 4 മീറ്റർ 5 മീറ്റർ താഴെ വരെ വെള്ളമെത്തി. അത്രയും രൂക്ഷമാണ് കുറ്റിപ്പുറം. നമുക്ക് ഈ പുറമുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാവും. അതായത് നിരന്തരം കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ കൗതുകമായിട്ട് നമ്മൾ പുറമുള്ള ആളുകൾക്ക് ഇത് വലിയൊരു ഇതാണ്. പ്രത്യേകിച്ച് പ്രവാസികൾ നമ്മുടെ നാട്ടിലെ അവസ്ഥകൾ അറിയാൻ വേണ്ടി അവർ അങ്ങേയറ്റം ഏതൊക്കെ സ്രോതസ്സ് വഴിയാണ് വാർത്തകൾ കിട്ടുന്നത് അതൊക്കെ അവർ കണ്ടും കേട്ടും ഇരിക്കുകയാണ്. നിരവധി മരങ്ങളും മറ്റും എന്തൊക്കെയോ ഒലിച്ചു നമുക്ക് കണക്കാക്കാൻ പറ്റാത്ത അത്ര രീതിയിലുള്ള വെള്ളത്തിൻ്റെ ഫോഴ്സാണ്. കലങ്ങി മറിഞ്ഞ് കുത്തി മറിഞ്ഞാണ് മലവെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഒരു ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. വീഡിയോ കാണിക്കുന്നതിന് പരിധിയിൽ നല്ല ഈ മഴ പടിഞ്ഞാടുന്ന് വരുന്ന മഴ നല്ല ശക്തമായിട്ട് മഴ ഒരുമ്പുന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. മഴയുടെ തുള്ളികൾ കനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പേടി തോന്നുന്ന രീതിയിലുള്ള വെള്ളത്തിൻ്റെ ഒഴുക്കാണ്. വിട്ടു നിൽക്കുമ്പോൾ തന്നെ പേടി അനുഭവപ്പെടുന്നു. വളരെ രൂക്ഷമാണ്. എന്തായാലും വയനാട്ടിലൊക്കെ ദുരന്തം കേരള സമൂഹത്തെ അല്ലെങ്കിൽ ലോക മലയാളികളെ അല്ലെങ്കിൽ ലോകത്തെമ്പാടുമുള്ള മനുഷ്യസ്നേഹികളെ വളരെ ഞെട്ടിക്കുന്ന രീതിയിലുള്ളതാണ്. എനിക്കെൻ്റെ ക്യാമറ സൂം ചെയ്യുന്നതിന് പരിധിയുണ്ട്. അങ്ങ് ലോങ്ങെന്ന് വലിയൊരു മരം, വളരെ ഭീകരമായ വലിപ്പമുള്ളൊരു മരം ഒഴുകി വരുന്ന കാഴ്ച കാണുന്നുണ്ട്. ഒരു 2 മിനിറ്റിനകത്തോണ്ട് അത് ഞാൻ നിൽക്കുന്ന കുറ്റിപ്പുറം പാലത്തിൻ്റെ താഴത്ത് കൂടെ പാസ് ചെയ്ത് പോകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വെള്ളത്തിലൂടെ പോകുന്നത് മുഴുവൻ വലിയ വലിയ മരങ്ങളും ഭയങ്കരമായിട്ടുള്ള ഏരിയയുള്ള ചണ്ടികളുമാണ്. കണ്ടോ, ഇത്ര രൂക്ഷമായിട്ടുള്ള രീതിയിലാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. വലിയൊരു മരം ഞാൻ പറഞ്ഞില്ല, കടപൊഴുകി ഒഴുകി വന്നുകൊണ്ട് ആ മരം ഒഴുകി വന്ന കാഴ്ച അത് നല്ല സ്പീഡിൽ തന്നെ വരുന്നത്. പക്ഷേ അത് വലിയ മരം ആയതുകൊണ്ട് പരിമിതി ഉണ്ട് തോന്നുന്നു. എന്തായാലും വലിയൊരു മരം തന്നെയാണ്. അത് വളരെ ലോങ്ങിലാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നുള്ളൂ. ഇപ്പോൾ ഒരു മിനിറ്റിനകത്ത് പാലത്തിന് താഴെ വരി പാസ് ചെയ്ത് പോകുന്നു പ്രതീക്ഷിക്കാം. ഗതാഗതമൊക്കെ വളരെ അഴിഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലായിടത്തും ബ്ലോക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പല റോഡുകൾക്കും ചെറിയ റോഡുകൾക്കൊക്കെ വെള്ളം കയറുന്നു. നമ്മൾ ദൃശ്യശ്രവണ മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പല ഭാഗത്തും അപകടങ്ങൾ, ട്രെയിനിൻ്റെ നമ്മുടെ ട്രെയിൻ നിർത്തേണ്ട ഒരു അവസ്ഥയിലും കൂടിയുണ്ട്. പല ട്രെയിനുകൾ പിടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെയാണ് വളരെ കെയർഫുൾ ചെയ്യുക. കാരണം വീട്ടിലെത്തപ്പെടാനുള്ള മറ്റു മാർഗ്ഗങ്ങൾ പെട്ടെന്ന് തേടേണ്ടി വരും. പല ട്രെയിനുകളും ട്രാക്കിൽ വെള്ളം കയറിയിട്ടും
ഗതാഗത കുടുക്കുള്ളത് കൊണ്ടൊക്കെ പലയിടത്തും പിടിച്ചിട്ടിരിക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടും കേട്ടിരിക്കുകയാണ്. അപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ വേറെ സൊല്യൂഷനൊക്കെ ആലോചിച്ച് പെട്ടെന്ന് വീട്ടിലേക്ക് എത്തിപ്പെടാനുള്ള ശ്രമം നടത്തണമെന്നും കൂടി സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞ മരമാണതാ ഒഴുകിപ്പോണ കണ്ടോ, വലിയ കണ്ടോ, ഇതാ അത് വലിയൊരു കരിമ്പനെ അങ്ങനെ എന്തോ വലിയ മരമാണെന്ന് തോന്നുന്നു. ഒന്നടക്കം ഒഴുകിപ്പോകുന്ന അവസ്ഥയാണ്. നല്ല സ്പീഡിലാണ്, ഏകദേശം ഒരു 60-70 കിലോമീറ്റർ സ്പീഡിലാണ് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റു വെള്ളത്തിൻ്റെ ഭാഗങ്ങൾ കാണുമ്പോൾ കണ്ട് മനസ്സിലാക്കാൻ പറ്റും മഴ രൂക്ഷമാവാൻ പോകുന്നു. ഞാൻ തൽക്കാലം ഈ വീഡിയോ അവിടുന്ന് അവസാനിപ്പിക്കുകയാണ്. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെ പ്രത്യേകിച്ച് ഒരു ഓർമ്മപ്പെടുത്തലും കൂടി, ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇന്ന് രാത്രി പ്രശ്നമൊന്നും ഉണ്ടാവില്ല, രാവിലത്തോട് വെള്ളം ഒഴി, അങ്ങനെയൊന്നും പ്രതീക്ഷിക്കേണ്ട. രാത്രിയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സേഫായ സ്ഥലത്തേക്ക് നമ്മുടെ വീട്ടിലെ സാധനങ്ങളോ അങ്ങനെ അപകട സാധ്യതയുള്ള അല്ലെങ്കിൽ വെള്ളം കയറാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ മാറ്റി വെക്കുക. നമ്മൾ ഡോക്യുമെൻറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉത്തരവാദിത്തപ്പെട്ട പേപ്പറുകൾ, നമുക്ക് ഒഫീഷ്യൽ പേപ്പറുകൾ, പാസ്പോർട്ട്, അതുപോലെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, അങ്ങനെ കുട്ടികളുടെ സർട്ടിഫിക്കറ്റുകൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ മാറ്റി സുരക്ഷിതമായ സ്ഥലത്തേക്ക് വേഗം മാറ്റി വെക്കുക. വെള്ളം കയറാനും മറ്റു സാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ എമർജൻസി സർവീസ് സർക്കാരിൻ്റെ സർവീസ്, അതുപോലെ റെസ്ക്യൂ ടീമിൻ്റെ നമ്പേഴ്സൊക്കെ എല്ലാ ചാനൽ വഴിയും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അത്യാവശ്യമാണെങ്കിൽ അത് പ്രാദേശികമായിട്ടുള്ള രീതിയിലുള്ള ആളുകളൊക്കെ ബന്ധപ്പെട്ട് പഞ്ചായത്ത് മെമ്പർമാർ, ബന്ധപ്പെട്ട സാമൂഹ്യ പ്രവർത്തകരൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് രക്ഷാപ്രവർത്തനത്തിന് വേണ്ട ഒരുക്കങ്ങൾ നടത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നും സാരമില്ല എന്ന് കണക്കാക്കി ഇരിക്കരുത്. ഒരു പക്ഷേ നമ്മുടെ പ്രതീക്ഷിക്കാൻ അപ്പുറ രീതിയിലേക്കുള്ള അപകടം ചിലപ്പം കാത്തിരിക്കുന്നുണ്ടാവും. ഒന്നും വരാതിരിക്കട്ടെ, നമുക്ക് ആശംസിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ സൂക്ഷിക്കുക, നമ്മൾ മുൻകരുതൽ എപ്പോഴും നമുക്ക് നല്ല ജാഗ്രത പാലിക്കുക എന്നുള്ളത് നമുക്ക് മനുഷ്യരായ നമുക്ക് ഓരോരുത്തരും കടമയാണ്. എന്തോ ജോലിക്ക് വേണ്ടി കൊടുത്തു കൂട്ടിയ പൈപ്പുകൾ നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നീലക്കടലുള്ള പൈപ്പതാ പോകണം. അത്തരത്തിലെ പൈപ്പുകൾ ഒരുപാടായി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു. മിനി പമ്പയ്ക്ക് വെള്ളം ഇരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിൻ്റെ സ്പീഡോ അല്ലെങ്കിൽ അതിൻ്റെ അളവോ ഒന്നും കുറഞ്ഞിട്ടില്ല. അതീവ ശക്തിയായ രീതിയിൽ തന്നെ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറ്റിപ്പുറം മിനി പമ്പിൽ സ്ഥാപിച്ച ശിവപ്രതിമ ഏകദേശം മുക്കാഭാഗത്തോളം മുങ്ങിയ കാഴ്ച കൂടി നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. വെള്ളത്തിൻ്റെ അടിയൊഴുക്ക് വളരെ രൂക്ഷമായിട്ട് വെള്ളത്തിൻ്റെ അടിയൊഴുക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകേണ്ട സമയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീടിൻ്റെ അടുത്ത് കുളങ്ങളോ പാടങ്ങളോ നിറയാൻ സാധ്യതയുള്ള പുഴതീരങ്ങളൊക്കെയാണ് വളരെ ജാഗ്രതയോടുകൂടി ഇരിക്കണം. മിക്കവാറും ഒട്ടുമിക്ക ഡാമുകളും തുറക്കുന്നുള്ള വിവരങ്ങൾ കേൾക്കുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾക്കുള്ള എന്താ പറയുക മുന്നറിയിപ്പുകളായിട്ട് കണക്കൂട്ടണം. എന്തായാലും വയനാട്ടിലെ ദുരന്തങ്ങൾ കുറയട്ടെ വേണ്ടി നമുക്ക് ആശംസിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ലോകത്തുള്ള എല്ലാവരും ഒന്നടക്കം പ്രാർത്ഥിക്കുന്നുണ്ട്. ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള അപകടമാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയോടുകൂടി ഉണ്ടായത്. അതിന് റിക്കവറി ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. കഴിയുന്ന രീതിയിലൊക്കെ എല്ലാവരും അതിൻ്റെ എല്ലാ സഹായങ്ങളിലും മനസ്സുകൊണ്ടും സാമ്പത്തികമായിട്ടോ മറ്റെന്തായിട്ടോ ശാരീരികമായിട്ടൊക്കെയാണ് ഇപ്പോൾ ഏറെ ചെയ്യേണ്ടത്. കഴിയാൻ അനുവദനീയമായ ആളുകൾ, അത് അത്രയും എക്സ്പെർട്ടുള്ള ആളുകൾ എന്താ പറയുക, അത്തരം സാഹചര്യങ്ങളെ പറ്റി ഇടപെട്ടുകൊണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള വഴികൾ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്തണമെന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ല രീതിയിൽ എന്താണ് പറയുക ഒന്ന് ഓർമ്മപ്പെടുത്തുകയും കൂടി നടത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ്. വേറെ ഇതുമായി ബന്ധപ്പെട്ടൊന്നും പറയില്ല. വളരെ രൂക്ഷമായിട്ട് എല്ലാ പുഴകളും കായലുകളും കുളങ്ങളും എല്ലാം കരകവിഞ്ഞൊഴുകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പ്രത്യേകിച്ച് വിദേശത്തുള്ള ആളുകളൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും. അവരൊക്കെ ദൃശ്യശ്രവണ മാധ്യമങ്ങൾ വളരെ ജാഗ്രതാപൂർവ്വം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം സ്വന്തം നാട്ടുകാർ, വീട്ടുകാർ, വേണ്ടപ്പെട്ടവരൊക്കെ നാട്ടിലാണല്ലോ ദൈവമേ എന്ന് ആലോചിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കുറ്റിപ്പുറം പരിസര പ്രദേശത്ത് മിനി പമ്പയുമായി ബന്ധപ്പെട്ട് ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ള കാഴ്ചകളാണ്. വെള്ളം കൂടിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിന് ഒട്ടും ശമനം വന്നിട്ടില്ല എന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കലും കൂടി ജാഗ്രത എല്ലാവരും പാലിക്കുക. എന്തെങ്കിലും സാധനങ്ങളൊക്കെ മാറ്റി വെക്കാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി മാറ്റിവെക്കുക. രക്ഷാപ്രവർത്തനത്തിന് വേണമെങ്കിൽ ഞാനൊരു രക്ഷാപ്രവർത്തനം പോകുന്ന ആളാണ്. എന്നാൽ കഴിയുന്ന ഇതിലൊരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യാൻ എനിക്ക് കഴിയും. വിളിക്കാം. 98 46 98 71 88 എൻ്റെ നമ്പർ. ഒരിക്കൽ കൂടി 9846987188 എന്ന നമ്പറാണ്. കഴിഞ്ഞ കാലങ്ങളൊക്കെ നമുക്ക് അത്തരം ദുരന്തമുഖത്തൊക്കെ നമ്മൾ ഇടപഴകി ഞാനും എൻ്റെ കൂട്ടുകാരും സംഘടന ബേസായിട്ട് അതുമാതിരി ഞങ്ങൾ റാഫ് റോഡ് ആക്സിഡൻറ്റ് ആക്ഷൻ ഫോറം സംഘടന, ഹ്യൂമൻ റൈറ്റ്സ് ജസ്റ്റിസ് വിജിലൻസ് ഫോറം സംഘടനയിലൊക്കെ ഞാൻ നിലവിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട സംഘടനയിലെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കൂട്ടമായും അല്ലാതൊക്കെ ഞങ്ങൾ കഴിഞ്ഞ കാലത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത്തരം ദുരന്തങ്ങൾ ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇനിവേ മനുഷ്യന്മാരുടെ അവസ്ഥയാണ്. കാലാവസ്ഥ വളരെ മോശമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കണം. രാവും പോലെ 24 മണിക്കൂറും എൻ്റെ ഫോൺ നമ്പർ ഓണായിരിക്കും. വിളിച്ചാൽ വിളിപ്പുറത്ത് ഇന്ന് കഴിയുന്ന രീതിയിൽ മറ്റ് സഹായങ്ങളത്തിന് വേണ്ട നേരത്തെ കൂട്ടി വിളിക്കണം. അല്ല വീട് ഷിഫ്റ്റ് ചെയ്യാനോ വല്ലവരെയും കൊണ്ടുവരാനൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തണം. ഒരിക്കൽ കൂടി നമ്പർ 98 46 98 71 88. സ്നേഹത്തോടു കൂടി ആർക്കും അപകടം ഇല്ലാതിരിക്കട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇടവേള റാഫി.